ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 33 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യധിഷ്ഠാ യുധ്യസ്വജേതാസി രണേ സപത്നാൻ. മയ എന്നാൽ ഹതാൻ വധിക്കപ്പെട്ടുകഴിഞ്ഞ, ദ്രോണം ച ദ്രോണരെയും, ഭീഷ്മം ച ഭീഷ്മരെയും, ജയദ്രഥം ച ജയദ്രഥനെയും, കർണം ച കർണനെയും, തഥാ അതുപോലെ, അന്യാൻ യോധവീരാൻ അഭി മറ്റ് യുദ്ധവീരന്മാരെയും, ത്വം ജഹി നീ ഹനിക്കുക, മാ വ്യധിഷ്ഠ അതിൽ ദുഃഖിക്കേണ്ടതില്ല, യുധ്യസ്വ നീ യുദ്ധം ചെയ്യുവാൻ തയ്യാറാവുക, സപത്നാൻ ശത്രുക്കളെ, രണേ പോരിൽ യുദ്ധത്തിൽ, ജേതസി നീ ജയിക്കും ജയിച്ചു വരും. എന്നാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞ ദ്രോണരെയും ഭീഷ്മരെയും ജയദ്രഥനെയും കർണനെയും അതുപോലെ മറ്റ് അനേകം യുദ്ധവീരന്മാരെയും നീ ഇല്ലായ്മ ചെയ്യുക, അതിൽ നീ ദുഃഖിക്കേണ്ടതില്ല, നിന്റെ ധർമ്മമായ യുദ്ധം നീ ചെയ്യുക, ശത്രുക്കളെല്ലാം നീ തീർച്ചയായും ഈ യുദ്ധത്തിൽ ജയിക്കും. ദ്രോണരെയും ഭീഷ്മരെയും ജയദ്രഥനെയും കർണനെയും അതുപോലെയുള്ള അനേകം യുദ്ധവീരന്മാരെയും നീ വധിച്ചുകൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ നീ അസ്വസ്ഥനാകേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പാപചിന്ത ഉണ്ടാകേണ്ടതില്ല. കാരണം അവരെല്ലാം ഇപ്പോഴേ എന്നാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെയെല്ലാം വധം സുനിശ്ചിതമാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവരെ ഇല്ലായ്മ ചെയ്യുവാൻ. അതുകൊണ്ട് അവർ ഇപ്പോൾ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് തുല്യമാണവർ. നീ അതിന് ഒരു നിമിത്തമായി പൊരുതുക മാത്രമേ വേണ്ടൂ. ഈ ശത്രുക്കളെ നീ തീർച്ചയായും ഈ പോരിൽ ജയിക്കും, സംശയിക്കണ്ട. കാരണം അവരെല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞു. നീ വെറുതെ ഒരു ഉപകരണം മാത്രമായി നിന്നു കൊടുത്താൽ മതി. എല്ലാം ഭഗവത് നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. നാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാം ഈശ്വര നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. ഈ ബോധത്തോടെ കർമ്മനിരതരായാൽ നമുക്കും ദുഃഖത്തിനും വേവലാതിക്കും കാരണമേയില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിടുക. എല്ലാറ്റിനെയും ഭഗവത് നിശ്ചയമായി കരുതി സ്വീകരിക്കുക. നമ്മിൽ വന്നു ചേർന്നിട്ടുള്ള സ്വധർമ്മം എന്താണോ അത് ഈശ്വര നിശ്ചയമായി കരുതി ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക. അതുമാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അതുതന്നെയാണ് അർജുനനോടും ഭഗവാൻ പറയുന്നത്. ഇതൊന്നും നീ ചെയ്യുന്നു എന്ന ചിന്ത നിനക്കുണ്ടാവേണ്ടതില്ല. ഇതെല്ലാം എൻ്റെ നിശ്ചയം തന്നെയാണ്. ഞാൻ നിന്നെ അതിനൊരു ഉപകരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു നല്ല ഉപകരണമായി നിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുക. അതുമാത്രമാണ് നിനക്ക് ചെയ്യുവാനുള്ളത്. അപ്പോൾ ഈ സംരംഭത്തിൽ നീ വിജയിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ അതിന് തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഭഗവാൻ അർജുനനോട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.